ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. മികച്ച മാധ്യമ വ്യവസായത്തിൽ സുസ്ഥിരമായ മത്സര നേട്ടങ്ങളുള്ള കമ്പനികളെ കണ്ടെത്തുന്നത് ശ്രമകരമാണ്. കാരണം മാധ്യമ ബിസിനസ്സുകൾ പലപ്പോഴും സാങ്കേതികവിദ്യയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളിൽ നിന്നും തടസ്സങ്ങൾ നേരിടുന്നു. എന്നിരുന്നാലും ചില കമ്പനികൾക്ക് ശക്തമായ വിപണി സ്ഥാനങ്ങൾ, ബ്രാൻഡ് മൂല്യം, അല്ലെങ്കിൽ അവയ്ക്ക് വ്യത്യസ്തമായ ഒരു സ്വഭാവം നൽകുന്ന അതുല്യമായ ബിസിനസ് മോഡലുകൾ എന്നിവയുണ്ട്. നിഫ്റ്റി മീഡിയ സൂചികയിലെ ഓരോ മോഡ് സ്റ്റോക്കുകളുമായും ബന്ധപ്പെട്ട മത്സരം, നേട്ടങ്ങൾ, അപകടസാധ്യതകൾ എന്നിവ നമ്മൾ ഇവിടെ പരിശോധിക്കും. 1. സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് (സീൽ). മോഡ് ഘടകങ്ങൾ: ഉള്ളടക്ക ലൈബ്രറിയും വിതരണവും. സിയയ്ക്ക് വിവിധ ഭാഷകളിലും വിഭാഗങ്ങളിലും വിപുലമായ ഉള്ളടക്ക പോർട്ട്ഫോളിയോ ഉണ്ട്. ഇത് വലിയൊരു പ്രേക്ഷകരെ നിലനിർത്താൻ സഹായിക്കുന്നു. ശക്തമായ പ്രക്ഷേപണ ശൃംഖല. വിനോദം, സിനിമ, വാർത്ത, കായികം എന്നീ മേഖലകളിൽ നിരവധി ടെലിവിഷൻ ചാനലുകൾ ഇത് പ്രവർത്തിപ്പിക്കുന്നു. ഡിജിറ്റൽ വികാസം. OTT ഓവർ ദി ടോപ്പ് സ്ട്രീമിംഗ് വിഭാഗത്തിൽ Z5 പ്ലാറ്റ്ഫോം അതിന് ഒരു സവിശേഷ ഐഡന്റിറ്റി നൽകുന്നു. അപകടസാധ്യതകൾ. കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങൾ. മുൻകാല സാമ്പത്തിക കേടുകാര്യസ്ഥയും പ്രൊമോട്ടർ പ്രശ്നങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന മത്സരം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ആഗോള OTT ഭീമന്മാരിൽ നിന്ന് ഇത് ശക്തമായ മത്സരം നേരിടുന്നു. 2. സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ്. മോഡ് ഘടകങ്ങൾ. കിടങ്ങ് ഘടകങ്ങൾ. പ്രാദേശിക ആധിപത്യം. ദക്ഷിണേന്ത്യയിൽ ശക്തമായ സാന്നിധ്യമുള്ള സൺ ടിവിക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം വിപണികളിൽ വലിയൊരു പ്രേക്ഷകരുണ്ട്. ഏറ്റവും ലാഭകരമായ ബിസിനസ്. പരസ്യ വരുമാനത്തിലും സബ്സ്ക്രിപ്ഷൻ അധിഷ്ഠിത വരുമാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലാഭകരമായ ഒരു ബിസിനസ് മോഡലുമായി പ്രവർത്തിക്കുന്നു. ശക്തമായ ഉള്ളടക്ക ലൈബ്രറി. സൺ പിക്ചേഴ്സ് വിജയകരമായ ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് കടന്നു, അതുവഴി അധിക വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെട്ടു. അപകടസാധ്യതകൾ. പ്രാദേശിക ആധിപത്യം. ആശ്രയത്വം. ദക്ഷിണേന്ത്യയിൽ പ്രബലമാണെങ്കിലും ഈ മേഖലയ്ക്ക് പുറത്ത് അതിന്റെ സാന്നിധ്യം പരിമിതമാണ്. OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്നു. ഡിജിറ്റൽ ഉപഭോഗം വർദ്ധിക്കുന്നത് പരമ്പരാഗത ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കും. 3. PVR INOX ലിമിറ്റഡ്. മോഡ് ഘടകങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ ശൃംഖലയായ INOXുമായി ലയിച്ചതിനുശേഷം മൾട്ടിപ്ലക്സ് സ്ക്രീനുകളിൽ അവർക്ക് ഉയർന്ന വിപണി വിഹിതമുണ്ട്. ആഡംബര സിനിമാ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രീമിയം ഉപഭോക്തൃ അനുഭവം ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾക്ക് അനുവദിക്കുന്നു. ശക്തമായ ബ്രാൻഡ് ആൻഡ് ലോയൽറ്റി പ്രോഗ്രാമുകൾ. നഗര കേന്ദ്രങ്ങളിൽ വിലനിർണ്ണയത്തിൽ ഗണ്യമായ അധികാരം വഹിക്കുന്നു. അപകടസാധ്യതകൾ. OTT തടസ്സം. തിയേറ്ററുകൾക്ക് പകരം കൂടുതൽ ഉപഭോക്താക്കൾ സ്ട്രീമിംഗ് സേവനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഉയർന്ന പ്രവർത്തന ചെലവ്. ഉയർന്ന വാടകയും പരിപാലന ചെലവുകളും സാമ്പത്തിക മാന്ദ്യകാലത്ത് അതിനെ ദുർബലമാക്കുന്നു. 4. സരേഗമ ഇന്ത്യ ലിമിറ്റഡ്. മോഡ് ഘടകങ്ങൾ. ശക്തമായ ബൗദ്ധിക സ്വത്തവകാശ IP അവകാശങ്ങൾ, സമൃദ്ധമായ ബോളിവുഡ് സംഗീതത്തിന്റെയും പ്രാദേശിക സംഗീതത്തിന്റെയും ഒരു വലിയ കാറ്റലോഗ്, ഒന്നിലധികം ചാനലുകൾ, സ്ട്രീമിംഗ്, TV ലൈസൻസിംഗ്, യൂട്യൂബ്, ഫിലിം ഇന്റഗ്രേഷൻ എന്നിവയിൽ നിന്നാണ് ഇത് വരുമാനം നേടുന്നത്. കാരവാൻ ഒരു വിജയമാണ്. ഗൃഹാതൃത്വവും ഡിജിറ്റൽ സംഗീതവും. കാരവാൻ മ്യൂസിക് പ്ലെയർ സമന്വയിപ്പിക്കുന്ന ഒരു അതുല്യ ഉൽപ്പന്നം. അപകടസാധ്യതകൾ. പഴയ സംഗീതത്തെ ആശ്രയിക്കുന്നതിലൂടെ വരുമാനം പാരമ്പര്യ സംഗീത ഉള്ളടക്കത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. സ്ട്രീമിംഗ് ഭീമന്മാരായ സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് പോലുള്ള ആഗോള കളിക്കാർ തമ്മിലുള്ള മത്സരം അതിന്റെ വിപണി സ്വാധീനം കുറച്ചേക്കാം. 5. നവനീത് എഡ്യൂക്കേഷൻ ലിമിറ്റഡ്. പരോക്ഷമായി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടത്. പ്രസിദ്ധീകരണത്തിലൂടെയും ഡിജിറ്റൽ ഉള്ളടക്കത്തിലൂടെയും. മോഡ് ഘടകങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ബ്രാൻഡ് തിരിച്ചുവരവ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും, ഒരു മാർക്കറ്റ് ലീഡർ. വളർന്നുവരുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ ബിസിനസ്. ഡിജിറ്റൽ കോഴ്സുകളിലൂടെയും ആപ്ലിക്കേഷനുകളിലൂടെയും ലേണിംഗിലേക്ക് വികസിക്കുന്നു. സ്ഥിരമായ ആവശ്യം. സ്കൂൾ പുസ്തകങ്ങൾക്കും വിദ്യാഭ്യാസ സാമഗ്രികൾക്കും നിരന്തരമായ ആവശ്യം നിലനിൽക്കുന്നു. ഇത് കുറഞ്ഞ വിറ്റുവരവിന് കാരണമാകുന്നു. അപകടസാധ്യതകൾ. നിയന്ത്രണ അപകടസാധ്യതകൾ. പാഠപുസ്തക വിലനിർണ്ണയത്തെക്കുറിച്ചുള്ള സർക്കാർ നയങ്ങൾ, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എന്നിവ വരുമാനത്തെ ബാധിച്ചേക്കാം. ഡിജിറ്റൽ പരിവർത്തന വെല്ലുവിളികൾ. ബൈജു അക്കാഡമി പോലുള്ള പുതുതലമുറ EdTech സ്റ്റാർട്ടപ്പുകളുമായി മത്സരിക്കുന്നു. തീരുമാനം. നിഫ്റ്റി മീഡിയയിലെ മുൻനിര മോഡൽ കമ്പനികൾ. സി എന്റർടൈൻമെന്റ്. ശക്തമായ പാരമ്പര്യമുണ്ടെങ്കിലും മാനേജ്മെന്റ് പ്രശ്നങ്ങൾ ഒരു ആശങ്കയാണ്. സൺ TV. സ്ഥിരമായ ലാഭത്തോടെ പ്രാദേശിക ടെലിവിഷൻ ആധിപത്യം. PVR INOX. സിനിമാശാലകളിൽ മാർക്കറ്റ് ലീഡർ, പക്ഷേ OTT തടസ്സങ്ങൾ നേരിടുന്നു. സരേഗമ ഇന്ത്യ. സംഗീതത്തിൽ ശക്തമായ IP ഉണ്ട്, പക്ഷേ ഡിജിറ്റലിൽ കൂടുതൽ വളർച്ച ആവശ്യമാണ്. നവനീത് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസപരമായ ആവശ്യകത കാരണം സുരക്ഷിതമായ പന്തയം, പക്ഷേ പരിമിതമായ സ്കെയിലബിലിറ്റി. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി സീറോഡക്കയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാം. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു.
ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.